ഹായ് ഓൾ, ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. ഇന്നൊരു ഇച്ചിരി ലേസി സൺഡേ ആയിരുന്നു. ഇന്നലെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ അവിടെ എല്ലാം പോയി കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പം വെളുപ്പിനെ ഒരു 4 മണി ഒക്കെ ആയി. അപ്പം കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് എണീറ്റത്. സോ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചു. ചപ്പാത്തി, ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ലഞ്ചൊക്കെ തട്ടിക്കൂട്ടി. വൈകിട്ട് ഇന്ന് ഞാൻ വിചാരിച്ചു, കുറച്ച് നാളായിട്ട് ഫ്രോസൺ ഫിഷ് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. നമുക്ക് നെയ്മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ അത് ഫ്രോസൺ ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു മീൻ പൊള്ളിച്ചതുപോലെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അന്ന് മേടിച്ച് വെച്ചതാണ് കേട്ടോ. പക്ഷെ ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ച് നാൾ മുന്നേ നമ്മൾ വാഴയില മേടിച്ചായിരുന്നു കേട്ടോ, ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന്. അപ്പം അതിൻ്റെ ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് എയർ ടൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഈ ഫിഷ് പൊള്ളിച്ചത് ഉണ്ടാക്കുമ്പോൾ അന്ന് യൂസ് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ അതിന് സമയം കിട്ടിയില്ല. ഇന്നാണ് ഞാൻ ആ വാഴയിലയുടെ കോലമൊക്കെ ഒന്ന് നോക്കിയത്. ഈ കാണുന്ന അവസ്ഥയായിട്ടുണ്ട്, വാടിപ്പോയിട്ടുണ്ട്. പക്ഷേ ഫിഷാണെങ്കിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇതൊന്ന് വെച്ചിട്ട് തൽക്കാലം തട്ടിക്കൂട്ടാന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു വ്ളോഗും കൂടി എടുക്കാം, ഒരു ഈവനിങ് നൈറ്റ് വ്ളോഗ് പോലെ. ഒരു ഈസി പീസി ഫിഷ് പൊള്ളിച്ചതായിരിക്കും കേട്ടോ. ഒരു പാക്കറ്റാണ് കേട്ടോ. നമുക്ക് ഫ്രോസൺ ഫിഷ് മേടിക്കാൻ കിട്ടുന്നത് ഇതെനിക്ക് തോന്നുന്നത് ഇത് പാറയിൽ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ആട്ടോ, ആലപ്പുഴയിൽ നിന്നൊക്കെ വരുന്ന പ്രൊഡക്റ്റാണ്. അതിനകത്തൊരു 4 മുഴുത്ത നെയ്മീൻ കിട്ടും കേട്ടോ. 2 വലിയ പീസും പിന്നെ ഒരു വേറെ 2 ഒരു മീഡിയം പീസും ഉള്ളത്. അപ്പോൾ ഇതിലെ 2 പീസ് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ബാക്കി 2 പിന്നെ വേറെ സ്റ്റൈലിൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. പിന്നെ ഇവിടെ നെതർലാൻഡ്സിൽ ഫിഷ് അത്ര ഈസിലി ആക്സസിബിൾ അല്ല കേട്ടോ. കിട്ടും, നമുക്ക് ഫ്രഷ് മീനും കിട്ടും, എല്ലാം കിട്ടും. പക്ഷേ നമുക്കിവിടെ ആൽബർട്ടയിൽ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെയൊന്നും നമുക്ക് അത്ര ഫ്രഷ് മീനൊന്നും കിട്ടില്ല നമ്മുടെ അടുത്തൊന്നും. അപ്പോൾ ഫ്രോസൺ ഫിഷൊക്കെ കിട്ടും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ അതുകൊണ്ട് ഫ്രോസൺ ഫിഷാണ് കൂടുതൽ ഇങ്ങനെ മേടിച്ച് വെക്കുന്നത്. കുറച്ച് അപ്പുറത്ത് പോയ മാർക്കറ്റ്സിലൊക്കെ നമുക്ക് ഫ്രഷ് കിട്ടും കേട്ടോ. അത് പക്ഷേ ചിലപ്പോൾ എന്താ പറയുക, സാറ്റർഡേ മാർക്കറ്റ് അല്ലെങ്കിൽ ഫ്രൈഡേ മാർക്കറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും. ഞാനിപ്പം ഫിഷൊക്കെ ഡീഫ്രോസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പം ഈ കണ്ണു പോലെ സോഫ്റ്റായി, നമ്മുടെ ഫ്രോസൺ സ്റ്റേറ്റിൽ നിന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മാരിനേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ കമോൺ. അപ്പോൾ ഇതിലേക്ക് മാരിനേഷന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മുളക് പൊടി ഇട്ട് എടുക്കുന്നത്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് കളറും ആവുമല്ലോ. ഒരു 2 ടീസ്പൂൺ ഇടാം നമുക്ക്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇടാം കേട്ടോ. നമുക്ക് ഒരു ടീസ്പൂൺ മതിയാവുമായിരിക്കും. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും മുളക് പൊടിയൊക്കെ നമുക്ക് അതിൻ്റെ ഗ്രേവി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് ഉപ്പ്, ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അരച്ച് വച്ചേക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ആഡ് ചെയ്യാം കേട്ടോ. ഈ മിക്സിലോട്ട് ഇനി നമുക്ക് കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഒക്കെ ഇട്ട് പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഈ ഫിഷ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് അടുത്ത ഗ്രേവി പ്രിപ്പറേഷനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫിഷൊക്കെ നന്നായി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു അരമണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. ഇപ്പൊ കരിമീനൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് വരഞ്ഞിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചാൽ നല്ല ആ ഒരു ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങുവേ. ഇവിടെ ഇപ്പം വിന്റർ ആയതുകൊണ്ട് തന്നെ ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്കും നല്ല ഇരുട്ടാവും കേട്ടോ. ഒരു ഫുൾ അന്ധകാരമായിരിക്കും. കാണുന്ന ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ, ഈ ഒരു മെറ്റാലിക് സാധനം വെച്ചിട്ടുണ്ടാക്കിയ ഈ ക്രിസ്മസ് ട്രീ, ഈ സംഭവം 2 ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ കൊല്ലം നമ്മൾ ബട്ടാവിയ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓൺലൈൻ അല്ല, ഇങ്ങനത്തെ ബ്രാൻഡുകളുടെ ഒരു ഔട്ട്ലെറ്റ് സ്റ്റോറിൽ നിന്ന് നമ്മൾ മേടിച്ചതാട്ടോ. എനിക്ക് തോന്നുന്നു സിസി ബോയ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് മേടിച്ച. അന്ന് ഇത് നല്ലൊരു ഓഫറിന് ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു എത്ര റേറ്റ് ഞാൻ മറന്നു കേട്ടോ. പക്ഷെ അന്ന് മേടിച്ചതാണ്. നമുക്ക് ഇതിൽ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്ക് ഗാർഡനിലൊക്കെ വയ്ക്കാനും വീടിൻ്റെ ഉള്ളിലോ എന്തെങ്കിലുമൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ അടിപൊളിയൊരു സാധനമായിരിക്കുമല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2-3 ദിവസമായി കഷ്ടപ്പെടുന്നു. പക്ഷേ എന്ത് ചെയ്തിട്ട് ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് കിട്ടുന്നില്ല ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ അഴിക്കും. ഇത് തന്നെയായിരുന്നു കേട്ടോ പരിപാടി. ഇനിയിപ്പം ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇതിന് ഒന്ന് ലൈറ്റ് ഇടണം എന്നാണ് വിചാരിക്കുന്നത്. നമ്മളിതുപോലത്തെ ചാക്കുനൂലൊക്കെ മേടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ലൈറ്റ് ഇട്ടിട്ട് ആ ഒരു ഇടയ്ക്കിടയ്ക്ക് കെട്ടിയിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്തു. പക്ഷേ അത് വീണ്ടും അഴിക്കേണ്ടി വന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഇന്ന് നാളെ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഗാർഡനിൽ പിന്നെ നമുക്കൊരു മരം ഉണ്ട് കേട്ടോ. ആ മരത്തിലും ഇതുപോലെ ലൈറ്റ്സ് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും.
അപ്പോൾ കഴിഞ്ഞ ദിവസം ജോസ് ഒന്ന് ലൈറ്റ് ഇട്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ എൻ്റെ നോട്ടക്കുറവാണ് എന്താ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ അത് അഴിച്ചു, ഫുള്ള് മരത്തിന്റെ മുകളിലൊക്കെ കയറിയിട്ട് അഴിക്കേണ്ട അവസ്ഥ വന്നു. പിന്നെ വീണ്ടും ഇട്ടു, പക്ഷെ അതും വലിയ രസം എന്തോ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആദ്യം ഇട്ടത് ജോസിന് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ എനിക്ക് എന്തോ ഒരു കുഴപ്പം തോന്നി. പിന്നെ രണ്ടാമത് ഇട്ടത് വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെയായിരുന്നു കേട്ടോ ബെറ്റർ. അത് ഫുള്ള് ഇപ്പം അഴിച്ചിരിക്കുകയാണ്. ഇപ്പം അതിന്റെ ലൈറ്റ്സ് ഇനിയിപ്പം ഈ ദിവസങ്ങൾ എന്തെങ്കിലും ഇടുന്നു. ഇപ്പം നവംബർ പകുതി ആയതല്ലേ ഉള്ളൂ. അപ്പം എല്ലായിടത്തൊക്കെ ലൈറ്റ്സ് ഇട്ട് വരുന്നേ ഉള്ളൂ. അപ്പം ആ പരിപാടി ഉണ്ട്. പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അത് പിന്നെ പയ്യെ വയ്ക്കുന്നുള്ളൂ. ഒരു നവംബർ ലാസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി ലൈറ്റ്സും എന്താ പറയാ, ഇതൊക്കെ നേരത്തെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമല്ലേ ഈ വിന്ററിൽ. എന്തായാലും നമ്മൾ ഒരു ഡിസംബർ സമയമാകുമ്പോൾ ലൈറ്റ്സ് ഇടുന്നുണ്ട്. അത് ഇച്ചിരി നേരത്തെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളും കൂടി ലൈറ്റും കണ്ടുകൊണ്ടിരിക്കാമല്ലോ. ഇപ്പോൾ ഫിഷ് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യും. ഇനിയിപ്പോൾ ഗ്രേവി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതും ആവശ്യമുള്ള പച്ചമുളകും കറിവേപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും സവോളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇതൊന്ന് നന്നായി വരണ്ട് വന്നതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ടൊമാറ്റോ ആണ് കേട്ടോ. ടൊമാറ്റോയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫിഷ് ഇപ്പം ഓൾറെഡി ഇവിടെ ഷാലോ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ടൊമാറ്റോയും ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി ഒന്ന് വരണ്ട് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് പച്ചമണം മാറുന്നതോടെ വരെ നന്നായിട്ട് വരട്ടി ഒരു പേസ്റ്റ് പോലെ, പേസ്റ്റ് അല്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എങ്ങനെയാണ് നമുക്ക് കൺസിസ്റ്റൻസി വേണ്ടത് ആ ഒരു രീതിയിൽ നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം നമുക്ക്. ഇനിയിപ്പം നമ്മുടെ ഈ ദാരിദ്ര്യം പിടിച്ച വാഴയിലേക്ക് നമുക്ക് ഈ ഗ്രേവിയും ഫിഷും മുകളിൽ വീണ്ടും ഗ്രേവിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കെട്ടി വെക്കാം കേട്ടോ. വാഴയില കുറച്ച് ദാരിദ്ര്യം പിടിച്ച വാഴയില ആയിരുന്നെങ്കിലും പക്ഷേ ഫൈനൽ പ്രോഡക്റ്റ് നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പയ്യെ തുറന്ന് ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു മൂവിയൊക്കെ ഇട്ടിരുന്ന് കണ്ടു നോക്കാം കേട്ടോ. ഉച്ചയ്ക്ക് കണ്ട ഒരു മൂവിയുടെ ബാക്കി ഇരുന്ന് കാണാം. നെറ്റ്ഫ്ലിക്സിലൊരു ഏതൊരു തമിഴ് മൂവിയാണ് കേട്ടോ. അപ്പം അതും കണ്ട് നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ ചെയ്യാം. എനിക്ക് കുക്കിംഗ് പൊതുവേ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഞാൻ കല്യാണത്തിന് മുന്നേ അങ്ങനെ കുക്ക് ചെയ്യൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്താ പറയുക, കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി വെറൈറ്റീസ് ഒക്കെ ഫുഡ് കുക്ക് ചെയ്യും. പിന്നെ അതുമാത്രമല്ല എനിക്ക് ഒത്തിരി ഫുഡ് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഉണ്ടാക്കാനുള്ള ഒരു വലിവാണ് അങ്ങോട്ടേക്ക്. അപ്പം ഇന്ന് മീൻ പൊള്ളിച്ചത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയത്. നന്നായിട്ട് വന്നായിരുന്നു കേട്ടോ. എനിക്ക് രണ്ടുപേർക്ക് ഇഷ്ടമായി. അങ്ങനെ ഫുഡും കഴിച്ച് നമ്മൾ കിടക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പം ഞാൻ ഇന്നൊരു അലമാരി അടുക്കി പറക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കിവിടെ വിൻ്റർ ആണല്ലോ. അപ്പോൾ സമ്മർ ഡ്രസ്സുകൾ കുറച്ച് പെട്ടിയിലാക്കി വെക്കാമെന്ന് വെച്ചു. കാരണം അലമാരി ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കണ പോലെ ഒട്ടും സ്പേസ് ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇതെല്ലാം കൂടി എടുത്ത് ഒരു സ്യൂട്ട് കേസിലേക്ക് തള്ളി. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞ് ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പയ്യ ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ മടി പിടിച്ചിരുന്ന് പോകത്തേ ഉള്ളൂ. അങ്ങനെ ലൈറ്റ്സ് ഇടൽ പരിപാടി ഏകദേശം ഒന്ന് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇതെടുത്തിട്ട് ഗാർഡനിലേക്ക് വെക്കണം. ട്രീയിൽ പുറത്ത് കുറച്ചും കൂടെ ലൈറ്റ്സ് ഇടാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുന്ന കേട്ടോ വിചാരിക്കണത്. ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം കേട്ടോ. ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ. ബൈ.